CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എടപ്പാളിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഇടിച്ച് 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ 53 വയസ്സുള്ള മാരിയപ്പൻ, 44 വയസ്സുള്ള മുരുകേശൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിനിടയാക്കിയ ബസ് ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചതിനെ തുടർന്ന് മറ്റു 2 പേർക്കും പരിക്കേറ്റു. കുന്നംകുളം ടൗൺ ഹാൾ ഏകലവ്യൻ ലൈബ്രറി ബൈലൈൻ റോഡ് നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. കാൽനട യാത്രക്കാരെയും ഇരുചക്രവാഹന യാത്രക്കാരെയും ഓട്ടോ തൊഴിലാളികളെയും ഒരുപോലെ വലച്ച റോഡിന്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് CCTV ന്യൂസ് നൽകിയ വാർത്തകളെ തുടർന്നാണ് നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. കുന്നംകുളത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. നഗരത്തിലും പ്രധാന അനുബന്ധ പാതകളിലും മണിക്കൂറുകളോളം നീളുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ഉണ്ടായത്. പ്രമുഖ ചരിത്രകാരനും ഭാഷാ ഗവേഷകനുമായ ഫാദർ ഡോക്ടർ ജോസഫ് ചീരൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച മാതൃ ഇടവകയായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയുടെ 102ാം സ്ഥാപന തിരുനാൾ വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കും. ഗുരുവായൂരിൽ മോഷണത്തിന് പദ്ധതിയിട്ടെത്തിയ നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം നാഗക്കോട് പുത്തൻ വീട്ടിൽ ശരത്തിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ അണ്ടത്തോട് പെരിയമ്പലം പ്രദേശത്തെ രാമച്ചപ്പാടങ്ങളിൽ വെള്ളം കയറി. ഏക്കർ കണക്കിന് സ്ഥലത്തെ രാമച്ച കൃഷി നാശത്തിന്റെ വക്കിലായതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കർഷകർ. ലയൺസ് ക്ലബ് ഓഫ് ഗുരുവായൂർ 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും അക്കാദമിക് അവാർഡ് വിതരണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നു. ഈ വർഷത്തെ തീമാറ്റിക് ആക്ഷൻ പ്ലാനായി ജലസമൃദ്ധമായ ഗ്രാമം എന്ന തീം ഗ്രാമസഭ അംഗീകരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് യൂത്ത് വിംഗ് 3ാം വാർഷികാഘോഷം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഹിസ്റ്ററി ഫോറത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ ചരിത്ര പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കുന്ന വേരുകൾ തേടി എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഹെറിറ്റേജ് റൈഡ് ശ്രദ്ധേയമായി. നഗരസഭാ ഉപാധ്യക്ഷൻ PG ജയപ്രകാശ് റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്തു. എടക്കര കൊഴിങ്ങര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സ്വാലിഹ് അൻവരി ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർകുളത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് എംപാനൽ ഷൂട്ടർമാർ മേഖലയിൽ പരിശോധന നടത്തി 5 പന്നികളെ വെടിവെച്ചു കൊന്നു. SYS തസ്കിയ സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എരുമപ്പെട്ടിയിൽ നടന്നു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്പറ മുഹ്യുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.